കഴിഞ്ഞ ദിവസം രാത്രി ഗബ്രിക്കും ജാസ്മിനും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ജാസ്മിൻ ഒരുപാട് വിഷമത്തിലാണെന്ന് എപ്പോഴും അവിടെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പകൽ സമയം അവർക്ക് വളരെ സ്വസ്ഥമായിരുന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാണ് രണ്ടുപേരും കൂടുതൽ സമയം ഇപ്പോൾ ചെലവിടുന്നത്. വൈൽഡ് കാർഡ് വന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെ വല്ലാതെ തളർത്തു. കൂടാതെ പെരുന്നാൾ വിഷ് ചെയ്ത വീഡിയോ കണ്ട് ഉമ്മയെയും വാപ്പയെയും കണ്ട് ആകെ വിഷമത്തിലാണ് ജാസ്മിൻ. അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കുകയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ആകെ തളർന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് റസ്മിനെ മിസ് ചെയ്യുന്നു, റസ്മിനെ കെട്ടിപ്പിടിച്ച് എനിക്കൊന്ന് കിടക്കണം, ഒരു പൊതുപ്പിനടിയിൽ റസ്മിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് കിടക്കണമെന്ന്. എന്താ ഞാൻ പോരെ എന്ന് ഗബ്രി ചോദിക്കുന്ന സമയത്ത് നിന്നെ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ, നീ എന്താണ് സാഹചര്യം മനസ്സിലാക്കാത്തത് എന്നാണ് ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നത്. എനിക്ക് 23 വയസ്സല്ലേ ആയുള്ളൂ, എന്നിട്ടും എല്ലാവരും എന്താണ് എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നിനക്ക് 23 വയസ്സേ ആയുള്ളൂ, പക്ഷേ ആളുകൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ പക്വതയാണ്. അത് കൊടുക്കാൻ നിനക്ക് കഴിയില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ നീ വിഷമിക്കേണ്ട കാര്യമില്ല. നിന്റെ ഈ 23 വയസ്സിനിടയ്ക്ക് നീ എത്ര രൂപ സമ്പാദിച്ചു, നിന്റെ വീടിന്റെ പണി എല്ലാം തീർത്തു. ഈ പ്രായത്തിൽ 23 വയസ്സുള്ള എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊരു 100 രൂപ പോലും സ്വന്തമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ ഈ പ്രായത്തിലും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ 10 ലക്ഷത്തോളം പേരെ നിന്റെ കൂടെ കൂട്ടി അവരിൽ നിന്ന് നീ വരുമാനമുണ്ടാക്കി സ്വന്തം കുടുംബം നോക്കുന്നു, വീട് പണി കഴിക്കുന്നു, എത്രയെത്ര കാര്യങ്ങൾ നീ ചെയ്തു. അത്രയും പക്വതയോടു കൂടി നീ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുന്നത് എന്തിനാണ്? നിന്റെ കൂടെ ഞാനില്ലേ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പൊന്നുവിനെ കാണാൻ തോന്നുന്നു. പൊന്നു എന്ന് ഉദ്ദേശിച്ചത് അനിയനെയാണ്. അനിയനെ കാണാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ അവിടെ. ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ അവർ ആദ്യം സ്ട്രാറ്റജിയായി തുടങ്ങിയതാണോ എന്നാണ് നമുക്കെല്ലാവർക്കും സംശയം തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം വിട്ട് ഇപ്പോൾ രണ്ടുപേരും സീരിയസ് ആയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. രാത്രി ഉറങ്ങാനായിട്ട് ഗബ്രി അടുത്തുനിന്ന് എഴുന്നേക്കാൻ പോലും ജാസ്മിൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കൈകൾ കോർത്തു പിടിച്ച് വളരെയധികം ക്ലോസ് ആയിട്ടാണ് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചിരുന്നത്. എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന സമയത്ത് ഗബ്രി പോവല്ലേ, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറയുന്ന ജാസ്മിനെ കാണാൻ സാധിച്ചു. അതിനുശേഷം ഗബ്രി അവിടെ ഇരുന്ന് ബീൻ ബാഗിനുള്ളിൽ ഇരുന്നു കൊണ്ട് അവിടെ ജാസ്മിൻ്റെ കൈ കോർത്തു പിടിച്ച് ഉറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനിടയിൽ ജാസ്മിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഐ ലവ് യു ഗബ്രി എന്ന്. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും നാളത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വിട്ടുകൊണ്ട് അവർ പ്രണയത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യം. പുറത്ത് ഇത്രയൊക്കെ നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും വീട്ടിലുള്ളവർ ഒറ്റപ്പെടുത്തുന്നുവെന്ന് സ്വയം തോന്നിയിട്ടും ഇപ്പോഴും അവർക്ക് ഒരുമിച്ചിരിക്കാനും കൂടെയുണ്ട് എന്ന് തോന്നാനും കഴിയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്ട്രാറ്റജി ആവണമെന്നില്ല. അത് പ്രണയത്തിലേക്ക് വഴി മാറി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജാസ്മിനെ സമാധാനിപ്പിക്കാനായിട്ട് അവിടെ ഗബ്രി പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ നല്ല മനസ്സാണ്, നീ വളരെയധികം സ്വീറ്റാണ്, നിനക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന് നമ്മുടെ ജിൻഡോൻ്റെ അടുത്ത് ഇത്രയൊക്കെ നിന്നെ ദ്രോഹിച്ചിട്ടും ജിൻഡോ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട്, ജിൻഡോ കാക്ക എന്ന് വിളിച്ചുകൊണ്ട് നിനക്ക് ഇപ്പോഴും സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. ജാൻമണിയുടെ അടുത്താണെങ്കിലും നീ ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന കാണും എനിക്ക് തോന്നും എനിക്ക് പോലും അങ്ങനെ ഒരിക്കലും സാധിക്കില്ല, എൻ്റെ കൺട്രോൾ പോവും, ഞാൻ ദേഷ്യപ്പെടും. പക്ഷെ ഇപ്പോഴും നിനക്ക് അതിനൊക്കെ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ നല്ല മനസ്സുകൊണ്ടും നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് കൊണ്ടും അത്രയാണ്. പക്ഷെ അതാർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ലോകം മുഴുവൻ നിന്നെ തള്ളി പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ തള്ളി പറയില്ല, ഒറ്റയ്ക്ക് വിടില്ല എന്നാണ് ഗബ്രി ഇന്നലെ രാത്രി പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവിടെ ഗബ്രിയും ജാസ്മിനും അവർ അറിയാതെ തന്നെ അവർ പ്രണയത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഫ്രണ്ട്ഷിപ്പും എല്ലാം വിട്ടുകൊണ്ട് ഇപ്പോൾ പ്രണയം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് രണ്ടുപേർക്കും നിശ്ചയമില്ല. അത് രണ്ടുപേരും ഇപ്പോൾ ആലോചിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗബ്രി അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. ജാസ്മിൻ ഹാപ്പി ആയിരിക്കണം, ജാസ്മിനെ വിഷമിപ്പിക്കരുത്, ജാസ്മിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇപ്പോൾ ഗബ്രി വിചാരിക്കുന്നത്. ഇനി ഇത് രണ്ടുപേരും വിചാരിക്കുന്നത് അവിടെ ഒരു ഗെയിമായിട്ടാണ് ഇപ്പോഴും ഇത് കൊണ്ടുപോകുന്നതെങ്കിൽ രണ്ടുപേരും നമിച്ചു എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. അല്ല, ഇതിൽ ആരെയെങ്കിലും ഗെയിമായിട്ടും ഒരാൾ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ സീരിയസ് ആയി കാണുന്ന വ്യക്തി തകർന്നു പോകും ഇത് ഗെയിമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ.
ഇനി എന്താണ് ആ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവരെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബിഗ് ബോസിൽ വേറെ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരെന്ന് ചോദിച്ചാൽ അത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ്.